കൊല്ലം ജില്ലയിലെ കുണ്ട്ര നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുടെയൊക്കെ ആൾക്കാർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. വൻ നേതാക്കന്മാരും മുൻ മന്ത്രിയായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മ, കടവൂർ ശിവദാസൻ, അങ്ങനെ പ്രഗത്ഭരും ഒക്കെ ആയിട്ടുള്ളവർ ജയിച്ച് നിയമസഭയിൽ പോവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ജനങ്ങളാണ് വിചാരിക്കുന്നത്, ജനാധിപത്യ രാജ്യത്ത് അധികാരികളായ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, ജനങ്ങളാണ് അധികാരികൾ, ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ NDAയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ശ്രീ റോബിൻ രാധാകൃഷ്ണൻ. എന്തായാലും ഇത് ഒരുപാട് പേര് കാണുന്ന ഒരു ചാനലാണ്. അപ്പോൾ എൻ്റെതായിട്ടുള്ള ഇപ്പം ഞാൻ കുണ്ട്രയെ പറ്റി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചെറിയൊരു കാര്യം ബ്രീഫായിട്ട് പറയാം, 1-2 കാര്യങ്ങൾ. കുണ്ട്രയുടെ മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അനലൈസ് ചെയ്തു. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള പ്രശ്നം ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഈ ഇൻഡസ്ട്രിയൽ സെക്ടർ വളരെ ആക്റ്റീവായിരുന്ന ഒരു സ്ഥലമാണ്, മനസ്സിലായില്ല. അപ്പോൾ ഇപ്പോൾ പല ഇതേപോലത്തെ ഫാക്ടറീസ് ഇൻഡസ്ട്രീസും എല്ലാം എന്ത് ചെയ്തിട്ട് പൂട്ടിക്കെട്ടി പലരും പട്ടിണിയായി മരിക്കുന്ന സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ അത് കാരണം ഒരുപാട് പേരുടെ ജോലി പോയി, മനസ്സിലായി, ഒരുപാട് കുടുംബങ്ങൾ നശിച്ചു. അപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞു, കാരണം കൊല്ലവും കുണ്ട്രയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പണ്ട് തൊട്ടേ ഹിസ്റ്റോറിക്കലായിട്ട് ഈ പറഞ്ഞ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഭയങ്കര പ്രാധാന്യമുള്ളൊരു സ്ഥലമായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് പോയി ആ ഹബ്ബ്. അപ്പോൾ അത് തിരിച്ച് റീബിൽഡ് ചെയ്ത് ഒരുപാട് പേർക്ക് ജോലി സാധ്യത കൊടുക്കുക. നമുക്ക് ബേസിക്കായിട്ട് എന്ത് വേണം? പണം വേണം. അതുകൊണ്ടെങ്കിൽ പണം വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്നത്. തൊഴിൽ ചെയ്താലേ നമുക്ക് ഫുഡും കാര്യങ്ങളും നമ്മുടെ ബേസിക് നെസസിറ്റീസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ മാക്സിമം കൊണ്ടുവരാമെന്നുള്ളത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ, പല കുട്ടികളും പല ആൾക്കാരും ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു പോയി. എന്തുകൊണ്ടാണ്? ഡിജിറ്റലി ഉള്ള പുതിയ സ്റ്റാർട്ടപ്സും കാര്യങ്ങളും നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഇല്ല. അതിന് വേണമെന്നുള്ള കാര്യങ്ങൾക്കുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ഡലത്തിലെ പല 7 പഞ്ചായത്തുണ്ട്. 7 പഞ്ചായത്തിൽ 5 പഞ്ചായത്തിൽ രൂക്ഷമായിട്ട് കുടിവെള്ളമില്ല. എനിക്കറിഞ്ഞൂടെ, കുടിവെള്ളമില്ല, ബേസിക് നെസസിറ്റി ഇല്ല, മനസ്സിലായി, കുടിവെള്ളമില്ല. അതിൽ 7 പഞ്ചായത്തിലും കുടിവെള്ള ക്ഷാമമുണ്ട്. രണ്ടാമത്തെ, അവർക്ക് പ്രോപ്പർട്ടി വെള്ളം കിട്ടുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ആരാണ്? ഇവിടെ ഭരിച്ചിരുന്ന ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഈ പാർട്ടിയാണ്. അപ്പോൾ അവർ ആക്ച്വലി എന്ത് ചെയ്യണമായിരുന്നു? ബേസിക് ബാക്കിയെല്ലാം വിട്ടു, നിങ്ങൾ ഇതൊന്നും വേണ്ട, വെള്ളം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഇനി കുറച്ച് പേർക്ക് അവിടെ കൊണ്ട് വെള്ളം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. സഫർ ചെയ്യണം. ഞാൻ എവിടെ പോയാലും വെള്ളം ഇല്ലാന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നത്? വെള്ളം വേണ്ടേ? അതെ, ജനാധിപത്യ രാജ്യത്തിൽ അധികാരികളായ ജനങ്ങൾക്ക് ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം ഇതൊക്കെ കൊടുക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ. പക്ഷേ അദ്ദേഹം ഇവിടെ വന്നിരുന്നു. ഈ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ലാത്ത, അധികാരികളായ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലെന്നുള്ള കാര്യം അദ്ദേഹം ഈ പഞ്ചായത്തുകൾക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായതാണ്. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ, മാറാത്തത് മാറും എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖറാണ് BJPയുടെ നായകൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ NDAയുടെ BJP ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പുതു യുവാവാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ മിടുക്കനാണ്, ഒരു ഡോക്ടറാണ്, സാമൂഹ്യ സേവനം ചെയ്യുന്നതാണ്. ചെയ്യുന്നതെല്ലാം വിളിച്ചു പറയും, ചെയ്യാത്തതും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരോടും പറയാതെയും നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് നല്ലത് വരണം, ജനങ്ങൾ, അധികാരികളായ ജനങ്ങൾ, എനിക്ക് വോട്ട് ചെയ്യുന്ന അധികാരികളായ ജനങ്ങൾക്ക് എന്തൊക്കെ സേവനം ചെയ്യാൻ പറ്റും എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചും അത് ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ശ്രീ റോബിൻ രാധാകൃഷ്ണൻ. 1-2 കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ഹെൽത്ത് സെക്ടറിലാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെക്ടറെല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസ് ഉള്ള സെൻറ്റേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഈ പറഞ്ഞ കണക്ക് മരുന്നുകളും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുക എന്നുള്ളത് ഒരു പദ്ധതി. അത് മാത്രമല്ല, മെയിനായിട്ടുള്ള കാര്യം ഞാനിവിടെ ഞാൻ സെൽഫായിട്ട് 24/7 ഉള്ള ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഇവിടെ ഞാൻ കണ്ടില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം പെട്ടെന്ന് ഒരു മരുന്ന് മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയി മേടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഉള്ള ഈ ഒരു ഏരിയയിലൊക്കെ കുറേ അന്വേഷിച്ചപ്പം 24/7 ഈ മണ്ഡലത്തിൽ അത്തരം മെഡിക്കൽ സ്റ്റോർ 24/7 കാണാറില്ല. അതിനൊക്കെ ജില്ലാ ആശുപത്രിയുടെ സമീപം വരെ പോകേണ്ട സ്ഥിതിവിശേഷമാണ് ഈ ഓരോ മണ്ഡലങ്ങളും. അദ്ദേഹം അതെല്ലാം നോട്ട് ചെയ്തു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രതീക്ഷയ്ക്കത്ത് ഉയരട്ടെ. ഈ ജനങ്ങൾ അതെല്ലാം വോട്ടാക്കി മാറ്റട്ടെ. അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കട്ടെ. അദ്ദേഹം ഒരു MLA ആയിട്ട് വരട്ടെ. ഈ ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കട്ടെ. എന്തായാലും കർമ്മ ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ. കർമ്മ ന്യൂസ്, രാംഭദ്രൻ. താങ്ക് യു.